തിരുവനന്തപുരം കണ്ണൂർ നിർദ്ദിഷ്ട അതിവേഗ റെയിലിന് 24,000 കോടി രൂപ ജനങ്ങളിൽ നിന്ന് ഓഹരി സമാഹരിക്കും. ഇ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പദ്ധതിക്ക് 60,000 കോടിയാണ് ചിലവ്. ഇതിന്റെ 40% ഓഹരി പ്രവാസികളെയും ഉൾപ്പെടുത്തും. 60% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 51:49 അനുപാതത്തിൽ നൽകും. വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് 30,000 ഓഹരി ഉടമകളുണ്ട്. 30-ലേറെ രാജ്യങ്ങളിലെ മലയാളികൾ പങ്കാളികളായി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ 24% ഓഹരി സ്വകാര്യ വ്യക്തികളുടേതാണ്. ഈ മാതൃകയാണ് പരിഗണിക്കുന്നത്. 5 വർഷമാണ് നിർമ്മാണ കാലയളവ്. കേന്ദ്രം 18,360 കോടിയും സംസ്ഥാനം 17,640 കോടിയും മുടക്കണം. സംസ്ഥാനം പ്രതിവർഷം 3,528 കോടി വീതം നൽകണം. ഭൂമി ഏറ്റെടുക്കൽ, നിർമ്മാണ സാധനങ്ങളുടെ റോയൽറ്റി ഇളവ്, നികുതി ഇളവ് എന്നിവ സംസ്ഥാന വിഹിതത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് വൻ ബാധ്യതയുണ്ടാവില്ല. ജനരോഷത്തെ തുടർന്ന് ഉപേക്ഷിച്ച സിൽവർ ലൈനിന് പകരമാണ് അതിവേഗ റെയിൽ. നിക്ഷേപകർക്ക് 8.09% ലാഭമാണ്. പ്രതിദിനം 2.28 ലക്ഷം യാത്രക്കാർ അതിവേഗ റെയിൽ ഉപയോഗിക്കുമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ നിക്ഷേപകർക്ക് പ്രതിവർഷം 8.09% ലാഭം കിട്ടുമെന്നാണ് പ്രതീക്ഷ. പുതിയ തൊഴിലവസരങ്ങളും ബിസിനസ്സുകളും വഴിയുള്ള സാമ്പത്തിക വളർച്ച കൂടി ചേരുമ്പോൾ റെയിൽ 20.01% ലാഭത്തിലെത്തുമെന്ന് ഇ ശ്രീധരൻ പറയുന്നു. നെടുമ്പാശ്ശേരിയിൽ 822 കോടിയാണ് പ്രവർത്തന ലാഭം. അറ്റാദായം 490 കോടി. വരുമാനം 1,242 കോടിയും. ഓഹരി ഉടമകൾക്ക് 50% ലാഭവിഹിതമാണ് നൽകിയത്. സിയാൽ രൂപീകരിച്ചത് 1994. വിപണി മൂല്യം 25,000 കോടിയിലേറെയാണ്. സർക്കാരിന് 33.38% ഓഹരിയുണ്ട്. മിഷൻ സമുദ്രയിൽ കൂട്ടിച്ചേർക്കാം. നിർദ്ദിഷ്ട പാത കാസർഗോഡ് വരെയാകുന്നതും കർണാടകവുമായി സഹകരിച്ച് മംഗളൂരുവിലേക്ക് നീട്ടുന്നതും പരിഗണനയിലുണ്ട്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം മംഗളൂരു തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയായി മാറും. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന 200 കിലോമീറ്റർ വേഗതയുള്ള പാതയുമാണ്. തിരുവനന്തപുരത്തെ പൂജപ്പുര മുതൽ കണ്ണൂരിലെ മുണ്ടയാട് വരെ 473.20 കിലോമീറ്റർ ദൂരത്തിലാണ് അതിവേഗ റെയിൽപാത വിഭാവനം ചെയ്തിരിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ട്രെയിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് 3.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാനാകും. ലോകത്തിലെ ആധുനിക റെയിൽവേ സംവിധാനങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഈ ഇരട്ടപ്പാത നിർമ്മിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗേജ് പാത നിർമ്മിക്കുന്നത് ഭാവിയിൽ റെയിൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത് എളുപ്പമാകും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 23 സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പൂജപ്പുരയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട ജംഗ്ഷൻ, തിരുവല്ല, കോട്ടയം, വൈക്കം, തൃപ്പൂണിത്തുറ, എറണാകുളം, ആലുവ, കൊച്ചി എയർപോർട്ട്, ചാലക്കുടി, തൃശൂർ ജംഗ്ഷൻ, പട്ടാമ്പി ജംഗ്ഷൻ, മലപ്പുറം, കോഴിക്കോട് എയർപോർട്ട്, കോഴിക്കോട് ജംഗ്ഷൻ, ബാലുശ്ശേരി, നാദാപുരം, കൂത്തുപറമ്പ് വഴി കണ്ണൂർ, മുണ്ടയാട് അവസാനിക്കുന്ന രീതിയിലാണ് സ്റ്റേഷനുകളുടെ ക്രമം. സ്റ്റേഷനുകൾ തമ്മിലുള്ള ശരാശരി ദൂരം 21.5 കിലോമീറ്റർ ആയിരിക്കും. കണ്ണൂർ ഒഴികെയുള്ള 3 വിമാനത്താവളങ്ങളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പാത കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മുണ്ടയാട് സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തിൽ മികച്ച റോഡ് നിർമ്മിക്കാനും ശുപാർശ ചെയ്യുന്നു. തിരുവനന്തപുരം നഗരത്തിലെ 6.5 കിലോമീറ്റർ ദൂരം ടണലിലൂടെയോ ഭൂമിക്കടിയിലൂടെയോ കടന്നു പോകുമെങ്കിലും ബാക്കി മുഴുവൻ പാതയും ആകാശപാതയായിട്ടാണ് നിർമ്മിക്കുക. ഇതിനായി 20 മീറ്റർ വീതിയിൽ മാത്രം ഭൂമി ഏറ്റെടുത്താൽ മതിയാകും. നിർമ്മാണത്തിന് ശേഷം ഈ ഭൂമി ഉടമകൾക്ക് തന്നെ കൃഷിക്കോ കന്നുകാലി വളർത്തലിനോ നിശ്ചിത വ്യവസ്ഥകളോടെ പാട്ടത്തിന് നൽകാനാകും. സ്വന്തം സൗരോർജ്ജ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഹരിത റെയിൽ ഇടനാഴിയായിരിക്കും ഇത്. ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച ശേഷം ബാക്കി വരുന്ന വൈദ്യുതി KECBക്ക് നൽകാനും പദ്ധതിയുണ്ട്. തുടക്കത്തിൽ 12 കോച്ചുകളിലായി 800 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ട്രെയിനുകളാണ് സർവീസ് നടത്തുക. ദിവസത്തിലെ തിരക്കുള്ള സമയങ്ങളിൽ ഓരോ 20 മിനിറ്റിലും അല്ലാത്തപ്പോൾ 40 മിനിറ്റിലും സർവീസുകൾ ഉണ്ടാകും. കോച്ചുകളുടെ എണ്ണം ഭാവിയിൽ 16 വരെയായും സമയക്രമം ഓരോ 5 മിനിറ്റിലും സർവീസ് എന്ന രീതിയിലും വർദ്ധിപ്പിക്കാം. അങ്ങനെ വന്നാൽ പ്രതിദിനം 2.28 ലക്ഷം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ടാകും. യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകില്ലെന്നും മുൻകൂട്ടി സീറ്റുകൾ റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമേ യാത്ര അനുവദിക്കൂ എന്നും രൂപരേഖയിൽ വ്യക്തമാക്കുന്നു. ഏകദേശം 60,000 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതായത് 1 കിലോമീറ്ററിന് ശരാശരി 127 കോടി രൂപ. ഇതിൽ 36,000 കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 51:49 എന്ന അനുപാതത്തിൽ ഇക്വിറ്റിയായി വഹിക്കും. ബാക്കി വരുന്ന 24,000 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിക്ക് ഔദ്യോഗിക അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.